സ്ഥിരമായി കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ അക്കാദമിക് പെർഫോമൻസ് മറ്റു കുട്ടികളിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടതാണ്. അവരുടെ ഓർമ്മശക്തി കൂടുതലാണ്, ഏകാഗ്രത കൂടുതലാണ്, അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഒരുപാട് ബെറ്റർ ആണ്. ശരിക്കും അങ്ങനെയൊക്കെ തന്നെയാണോ? ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണോ? ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനപ്പുറം മറ്റേതൊക്കെ രീതിയിൽ ഫിസിക്കൽ ട്രെയിനിങ് കുട്ടികളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു മൂന്നായി തരംതിരിച്ചിട്ട് ഒരു പഠനം നടത്താം. ഒന്നാമതായിട്ട് ന്യൂറോളജിക്കൽ ഇമ്പാക്ട്, രണ്ടാമത് അക്കാദമിക് ഇമ്പാക്ട്, മൂന്നാമത്തെ സോഷ്യൽ ഇമ്പാക്ട്. ഇന്ന് ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ വളരെ എക്സൈറ്റിംഗ് ആണ്. ആദ്യമായി നമുക്ക് ബ്രെയിൻ ഡെവലപ്മെന്റും സ്പോർട്സും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. സ്ഥിരമായി ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികളുടെ രക്തയോട്ടത്തിന്റെ അളവ് ഒരു 30% ഇൻക്രീസ് ആവുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ന്യൂറോണുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷകങ്ങളും വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് അവർ കൂടുതൽ അലേർട്ട് ആവുന്നുണ്ട്, ഫോക്കസ്ഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കൊഗ്നിറ്റീവ് കപ്പാസിറ്റി ഡെവലപ്പ് ആവുന്നുണ്ട്. വേറൊരു കാര്യമുള്ളത്, കളികളിൽ ഏർപ്പെടുന്നത് BDNF-ന്റെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപിക് ഫാക്ടർ നമ്മുടെ ന്യൂറോണുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും അതിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ്. BDNF കൂടുന്നത് നമ്മുടെ എന്താ പറയുക, ചുറ്റുപാടുകളിൽ നിന്നും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഓർമ്മശക്തി കൂടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ BDNF കുറയുന്നത് വഴി വിഷാദം, ഉത്കണ്ഠ, ഡീജനറേറ്റീവ് രോഗങ്ങൾ, ഇത്തരത്തിലുള്ള മസ്തിഷ്ക വൈകല്യങ്ങൾക്ക് സാധ്യതയേറും. MRI ഉപയോഗിച്ചുള്ള പഠനങ്ങളിൽ നിന്ന് സ്ഥിരമായി കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ ബാസൽ ഗാംഗ്ലിയ വലിപ്പമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇത് കുട്ടികളിൽ ശ്രദ്ധയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കൺട്രോളും മെച്ചപ്പെടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കൺട്രോൾസ് ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി നമ്മുടെ ചിന്തകളെയും പ്രവൃത്തിയെയും ഈവൻ ഇമോഷൻസിനെ വരെ ഫോക്കസ്ഡ് ആയിട്ട് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിൽ ഉൾപ്പെടുന്ന വർക്കിംഗ് മെമ്മറി, കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി, ഇൻഹിബിറ്ററി കൺട്രോൾ എന്നിവയെല്ലാം സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവരിൽ പെട്ടെന്ന് ഡെവലപ്പ് ആവുന്നുണ്ട്. വർക്കിംഗ് മെമ്മറി നന്നായി കഴിഞ്ഞാൽ വിഷയങ്ങൾ പഠിക്കാനും അപഗ്രഥിക്കാനും അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇമ്പ്രൂവ് ആവും. അതുപോലെ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് സ്വിച്ച് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. നമുക്ക് ഒരു ശൈലിയിൽ നിന്ന് വേറൊരു ശൈലി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഇൻഹിബിറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് സ്പോർട്സിലും അക്കാദമിക്സിലും എന്ന പോലെ തന്നെ ജീവിത വിജയത്തിലും നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് കളികളിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ മെമ്മറി സെന്റർ ആയിട്ടുള്ള ഹിപ്പോ ക്യാമ്പസിനും വലിപ്പം കൂടുതലുണ്ടാവുന്നുണ്ട്. അത് അവർക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതായി കായിക പരിശീലനവും അക്കാദമിക് പെർഫോമൻസും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട പല ഗവേഷണങ്ങളിൽ നിന്നും സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികളുടെ അക്കാദമിക് പെർഫോമൻസ് ഒരുപാട് മെച്ചപ്പെടുന്നതായിട്ട് കാണാം. യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയിൽ 2024 നടന്ന ഒരു പഠനത്തിൽ സ്കൂൾ കുട്ടികളുടെ അറ്റൻഡൻസ് മെച്ചപ്പെടുന്നതായിട്ട് കാണാം. അവർക്ക് അവധി എടുക്കാനുള്ള ടെൻഡൻസി ഒഴിവാവുകയാണ് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടിയിട്ട്. അവർക്ക് കളിക്കാനുള്ള ഒരു താല്പര്യം കൂടിയും ഈ അക്കാദമിക്സിൻ്റെ ഒപ്പം വരുമ്പോൾ അവർക്ക് അവധി വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്താൻ കഴിയുന്നു. അതുപോലെ തന്നെ അവർ പരീക്ഷകളിൽ മെച്ചപ്പെട്ട മാർക്ക് നേടുന്നതോടൊപ്പം തന്നെ അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടാനുള്ള ആഗ്രഹം, താല്പര്യം ഇതൊക്കെ കൂടുന്നതായിട്ടും കാണുന്നുണ്ട്. ഇനി സ്പോർട്സ് അക്കാദമിക്സിൽ ഉണ്ടാക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. എൻഹാൻസ്ഡ് കോൺസെൻട്രേഷൻ, ഇംപ്രൂവ്ഡ് മെമ്മറി സിസ്റ്റംസ്, ടൈം മാനേജ്മെന്റ് സ്കിൽസ്, സ്ട്രെസ് റിഡക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത്. എൻഹാൻസ്ഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ്, സ്ഥിരമായിട്ട് സ്പോർട്സ് ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ കൂടുന്നുണ്ട്. അതായത് ഇന്നത്തെ തലമുറ ഏറ്റവും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന അറ്റൻഷൻ സ്പാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ മൊബൈലിൽ വളരെ കൂടിയ ഉപയോഗം കാരണം അറ്റൻഷൻ സ്പാൻ കുറയുന്നു എന്നുള്ളൊരു പരാതി പൊതുവെ നിൽക്കുന്നുണ്ട്. പഠനങ്ങളും അത് ശരിവെക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ കൂടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമാണല്ലോ. കുട്ടികൾക്ക് കൂടുതൽ കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ എടുക്കാൻ പറ്റുന്നത് സ്കൂളുകൾക്കാണ്.
ഇംപ്രൂവ്ഡ് മെമ്മറി സിസ്റ്റം, പരീക്ഷകൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെഴുതാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലോങ് ടൈം മെമ്മറി ഒരുപാട് ഇംപ്രൂവ് ആവുന്നുണ്ട്. അക്കാദമിക്സ് ആയിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളതാണ് അതിലെ രസം ശരിക്കും. ടൈം മാനേജ്മെന്റ് സ്കിൽസ്, സ്പോർട്സ് ട്രെയിനിങ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പല കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ അത് പലതും ഓർഗനൈസ് ചെയ്ത് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത്തരം ഈ എക്സ്പീരിയൻസ് ഇവർക്ക് അവരുടെ സ്റ്റഡി ടൈം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് അക്കാദമിക്സിനും സ്പോർട്സ് ട്രെയിനിങ് എന്നുള്ളത് വളരെ എക്സൈറ്റിംഗ് ആണ്. സ്ട്രെസ് റിഡക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ കുറയുന്നു. അതുപോലെ തന്നെ അവരുടെ എൻഡോർഫിൻ്റെ ഉൽപാദനം കൂടുന്നു. ഇങ്ങനെ വരുമ്പോൾ ഒരു നല്ല മാനസികാവസ്ഥ, വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു മാനസികാവസ്ഥ നിലനിർത്താൻ കഴിയുന്നു. ഇത് അവരുടെ പഠനത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സോഷ്യൽ ഇമ്പാക്ട്സ് നോക്കാം. ആദ്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. എത്ര സമ്മർദ്ദമുള്ള സാഹചര്യമാണെങ്കിൽ പോലും ആശയവ്യക്തതയോട് കൂടിയിട്ട് കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നു. എത്ര രസമല്ലേ അത്തരത്തിലുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ. ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്, ചുമതലകൾ ഏറ്റെടുക്കാനും അതുപോലെ തന്നെ ഒരു ടീമിനെ നയിക്കാനുമുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ആകുന്നു. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പരിഗണിക്കാനും അതുപോലെ സൊല്യൂഷൻസ് കണ്ടെത്താനുമുള്ള ഒരു കപ്പാസിറ്റി ബിൽഡ് ആവുന്നു. ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസ്, സ്ഥിരമായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകും എന്നുള്ളത് പോലെ തന്നെ മറ്റെന്തൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇത്ര നേരം നോക്കിയത്. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? സ്പോർട്സ് ഇൻ സ്കൂൾസ് ക്രിയേറ്റ് ബെറ്റർ സ്റ്റുഡൻസ്, ബെറ്റർ സിറ്റിസൺസ് ആൻഡ് ബെറ്റർ ഹ്യൂമൻ ബീയിങ്സ്. സ്പോർട്സ് ആക്ടിവിറ്റീസ് സ്ഥിരമായിട്ട് ചെയ്യുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ചെറിയ സ്റ്റഡിയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാകുന്നുണ്ട്. പഠനത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളെ എത്രത്തോളം പ്രാപ്തരാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ചെലവഴിക്കുന്ന സ്കൂളുകളിൽ ഫിസിക്കൽ ട്രെയിനിങ് ഓപ്ഷണലായിട്ട് കാണാതെ മാൻഡേറ്ററി ആക്കേണ്ടതിൻ്റെ അത്യാവശ്യകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കെല്ലാം ഗുണനിലവാരമുള്ള ഒരു കായിക വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. നമുക്ക് അതിനെ ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്ഫുള്ളായി തോന്നി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചും കരുതലുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. കാണാം.